അടുത്ത് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും ഒരാളുടെ ഫത്വ. ഷെയ്ഖ്, സ്വാമിയും ഷെയ്ഖും വലിയും അമ്പിയാക്കളും ഏതാണെന്ന് പോലും തിരിയാത്ത ഒരു സഖാഫിയുടെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എല്ലാം സാധാരണ പലയിടത്തും നടക്കുന്നുണ്ട്. അവന് ഷെയ്ഖ് എന്താണെന്ന് അറിയില്ല, വലിയ എന്താണെന്ന് അറിയില്ല, സ്വാമി എന്താണെന്ന് അറിയില്ല, അമ്പിയാക്കൾ എന്താണെന്ന് അറിയാത്ത ഒരുത്തൻ അവൻ്റെ ഷെയ്ഖാണ് പോലെ ഒരു സ്വാമിജിയെ ഷെയ്ഖാക്കി. എന്താണ് ഈ ഷെയ്ഖിനർത്ഥം? അറബിയിൽ ഷെയ്ഖാരി സ്വാമിയാണ്. ഷെയ്ഖ് എന്താണ്? ഷെയ്ഖ് പല അർത്ഥത്തിന് ഉപയോഗിക്കുന്ന ഒരു പദമാണ്. ഭാഷയിൽ ഷെയ്ഖ് പല അർത്ഥത്തിന് ഉപയോഗിക്കും. അറബി ഭാഷയിൽ പല അർത്ഥത്തിന് ഷെയ്ഖ്. ഒരർത്ഥം മൻ ദഹറ അലൈഹി ശൈഉ വതഅന ഫിസ്സി, അതായത് 51-ാം വയസ്സ് മുതൽ ജീവിതത്തിൻ്റെ അവസാനം വരേക്കുമുള്ള ആളുകൾക്ക് ഭാഷയിൽ സാധാരണഗതിയിൽ വൃദ്ധൻ എന്ന് പറയാൻ അതേ അർത്ഥത്തിൽ. മുമ്പൊരു പെണ്ണിനെ ഒരാൾ പെൺകെട്ടു പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എന്ന് പറഞ്ഞു. അവൾ എന്നെ ഷെയ്ഖ് എന്ന് പറയുന്നു. ഞാൻ ഷെയ്ഖ് അല്ല. ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ വേച്ച് നടക്കുന്ന ആളാണ്. ശരിക്ക് നടക്കാൻ കഴിയാത്ത ആളാണ്. ഞാൻ ഷെയ്ഖ് അല്ല. ഇത് ഷെയ്ഖിൻ്റെ ഒരർത്ഥം. മറ്റൊരർത്ഥം റജുലുദ്ദീൻ, ഒരു മതനേതാവിൻ്റെ ഷെയ്ഖ് എന്ന്. ആലിം, പണ്ഡിതൻ എന്ന അർത്ഥത്തിൻ്റെ ഷെയ്ഖ്. ഉസ്താദും മുഅല്ലിം, അധ്യാപകനായ ഉസ്താദ്. കബീറുൽ ഖൗം, ഒരു ജനങ്ങളുടെ വലിയ നേതാവ്. ഇതൊക്കെ ഷെയ്ഖ് എന്നതിൻ്റെ ഭാഷ. എന്നാൽ മഹാന്മാരായ സൂഫിയാക്കൾ ഷെയ്ഖ് എന്ന് പറയുന്നത് അദ്ദലീലുൽ ബസീറു ഫി സഫരി ഇലൽ ഹദ്റത്തി, അദ്ദലീലുൽ ബസീറു ഫി സഫർ ഇലൽ ഹദ്റത്തി ഇലാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഒരു മനുഷ്യനെ നയിക്കാൻ വേണ്ടി അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ അവൻ അള്ളാഹുവിലെത്തിക്കുന്ന ഗൈഡ്, മാർഗദർശി. ഇതാണ് ഒരു ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ആ ഷെയ്ഖ് ആ ഷെയ്ഖിൻ്റെ മുരീദിനെ അള്ളാഹുവിലേക്ക് കൊണ്ടുവരും. ഇങ്ങനത്തെ ആൾക്കാണ് ഷെയ്ഖ്. എന്നാൽ ഒരു സ്വാമിജിയാണ് ഷെയ്ഖ്. ഒരാളുടെ, നമ്മുടെ സഖാഫിയുടെ ഷെയ്ഖ് സ്വാമിജിയാണ് എങ്കിൽ സ്വാമി ഷെയ്ഖ് അവരെങ്ങനെയാണ്? അതാണ് നമുക്ക് ചിന്തിക്കാൻ. സ്വാമിയുടെ ഭാഷാർത്ഥം എന്ത്? സ്വാമി എന്ന മലയാള ഡിക്ഷണറികളിലെല്ലാം സ്വാമി എന്ന് പല അർത്ഥത്തിലുണ്ട്. ഒരർത്ഥം പണ്ഡിത ബ്രാഹ്മണൻ എന്നുള്ളതാണ് ഷെയ്ഖ് അല്ല സ്വാമി എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഭാഷ. വേറൊരർത്ഥം യജമാനൻ, ഉടമസ്ഥൻ, വിഷ്ണു, സുബ്രഹ്മണ്യൻ, ശിവൻ. ഈ അർത്ഥത്തിനൊക്കെ സ്വാമി. അപ്പോൾ ഏതെങ്കിലും ഒരർത്ഥത്തിൽ ഷെയ്ഖ് എന്നതും സ്വാമി യോജിപ്പുണ്ടെങ്കിൽ തന്നെ അത് ഭാഷാർത്ഥത്തിലുള്ള യോജിപ്പാണ്, പ്രയോഗത്തിലുള്ള യോജിപ്പാണ്. ഭാഷാർത്ഥവും പ്രയോഗവും തമ്മിൽ ഒരുപാട് വ്യത്യാസം. ഭാഷാർത്ഥവും പ്രയോഗവും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ ഉദാഹരണം ചാവുക എന്ന് മലയാളത്തിൽ ചാവുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നാണ്. അപ്പം ആരെങ്കിലും ഒരാളെ ബാപ്പ മരിച്ച മോനോട് ചോദിച്ചു, എൻ്റെ ബാപ്പ എന്നടാ ചത്തു എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അപ്പോൾ പ്രയോഗമാണ്. പ്രയോഗത്തിൽ ചത്തു എന്ന് പറഞ്ഞാലും മരിച്ചു എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ് ഭാഷയിൽ, പക്ഷേ പ്രയോഗത്തിൽ വ്യത്യാസം. അതേപോലെ ഷെയ്ഖ് എന്ന് പറയുന്നതും സ്വാമി എന്ന് പറയുന്നതും
ഏതെങ്കിലും ഭാഷയിൽ യോജിക്കുന്നെങ്കിൽ, ഭാഷാർത്ഥത്തിന് യോജിക്കുകയാണെങ്കിൽ തന്നെ പ്രയോഗത്തിന് വ്യത്യാസം. ഇതറിയണമെങ്കിൽ, പ്രയോഗം അറിയണമെങ്കിൽ ഈ സഖാഫിക്ക് ബിരുദം നൽകിയ ഇവരുടെ ഷെയ്ഖ് അബൂബക്കർ, ആ ഷെയ്ഖിനെ ചെന്ന് ഇദ്ദേഹം വിളിച്ചു നോക്കട്ടെ, അബൂബക്കർ സ്വാമിജി വിളിച്ചു നോക്കട്ടെ, എങ്ങനെയുണ്ടായിരിക്കും? അദ്ദേഹം സന്തോഷിക്കുകയാണ് ചെയ്ത്. അതെല്ലാം മുമ്പ് ബഷീറിൻ്റെ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥയിൽ, ഒരു തമാശയിൽ പറയുന്നുണ്ട്. മദ്രസ സ്കൂളിൽ പോയി സഹോദരന്മാർ മുമ്പേ മാതാവേ മാതാവേ എന്ന് വിളിച്ചു. ഉമ്മ എന്ന് വിളിക്കുന്നതിന് പകരം മാതാവേ മാതാവേ എന്ന് വിളിച്ചപ്പോൾ മുമ്പ് കള്ളക്കയില് കൊണ്ട് അടിച്ചു. ഇതേപോലെ ഇങ്ങനെ ഒന്ന് വിളിക്കുകയാണെങ്കിൽ ഷെയ്ഖ് അബൂബക്കറിൻ്റെ കയ്യിൽ തള്ളക്കയ്യിൽ ഉണ്ടാവില്ല, കയ്യിൽ വടി ഉണ്ടാവും. ആ വടി കൊണ്ട് തലക്ക് നൽകും. അപ്പോൾ ഭാഷാപ്രയോഗമല്ല സാധാരണ പ്രയോഗം. അപ്പോൾ പ്രയോഗങ്ങൾ ഭാഷയുടെ അർത്ഥം, ഭാഷാർത്ഥമല്ല പ്രയോഗം. ഇത് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ സ്വാമിയെ ഷെയ്ഖാക്കാൻ പറ്റുമില്ല. ഇതാണ് നമുക്ക് ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന ആളാണ്. ഒരു മുരീദിനെ അള്ളാഹുവിലേക്ക് കൊണ്ട് എന്നെത്തിക്കുന്ന ആളാണ് ഷെയ്ഖ്. നേരത്തെ പറഞ്ഞല്ല, അദ്ദലീലുൽ ബസീറു ഫിസ്സഫരി ഇലൽ ഹദറത്തിൽ ഇലാഹി, അള്ളാഹുവിലേക്ക് കൊണ്ട് എന്നെത്തിക്കുന്ന ഒരു ഗൈഡ്, ഒരു വഴികാട്ടി. ഇതാണ് ഷെയ്ഖ്. അപ്പം ഈ ഷെയ്ഖ് ചെയ്യൽ ആ മുരീദിനെ, ഇദ്ദേഹത്തെ തുറന്ന മുരീദിനെ അള്ളാഹുവിലേക്ക് കൊണ്ട് എന്നെത്തിക്കുക എന്നാണ്. അപ്പം അതിലൂടെ ഇദ്ദേഹം അള്ളാഹുമായി അടുക്കുന്നു. ഇതാണ് ഷെയ്ഖ് ചെയ്യുന്നത്. സ്വാമി ചെയ്യുന്നത് എന്താണ്? സ്വാമി ചെയ്യുന്നത് അള്ളാഹുവിലേക്കല്ല, 33 ചില്ലാനം കോടി വിഗ്രഹങ്ങളായ അവരുടെ ആരാധ്യയിലേക്കാണ്. സ്വാമി കൊണ്ടുവന്നെത്തിക്കുന്നത് അള്ളാഹുവിലേക്കല്ല, 33 കോടി വിഗ്രഹങ്ങളുണ്ട്, ആ വിഗ്രഹങ്ങളിലേക്കാണ് കൊണ്ടുവന്നെത്തിക്കുന്നത്. അപ്പോൾ സ്വാമിയെ ഷെയ്ഖാക്കാൻ പറ്റില്ല. സ്വാമി ഷെയ്ഖാവുകയില്ല, ഷെയ്ഖ് സ്വാമിയുമാവും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കാണ് ഷെയ്ഖ് കൊണ്ടെത്തിക്കുന്നതെങ്കിൽ സ്വാമി നേരെ മറിച്ച് അവരുടെ വിഗ്രഹങ്ങളായ ഹിന്ദുമതത്തിൽ 33 ചില്ലാനം കോടി വിഗ്രഹങ്ങളുണ്ട്. ആ വിഗ്രഹങ്ങളിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. അങ്ങനെ മുശ്രിക്കാക്കുകയാണ് സ്വാമി ചെയ്യുന്നത്. ഷെയ്ഖ് ചെയ്യലെ മുശ്രിക്കാക്കി എല്ലാവരും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാമിയെ ശുദ്ധാക്കാൻ ഒരിക്കലും പറ്റുകയില്ല, ഷെയ്ഖിനെ സ്വാമിയാക്കാനും പറ്റുകയില്ല. ഷെയ്ഖിനെ സ്വാമിയാക്കുകയാണെങ്കിൽ, ഷെയ്ഖ് സ്വാമിയാവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സഖാഫി വളരെ ബഹുദൂരം സഞ്ചരിച്ച് ഏതുവരെ എത്തി? ഇതെല്ലാം ഒന്നാണ് എന്ന് പറയുന്ന ഒരു പരിധിയിലേക്ക് തന്നെ എത്തി. ഹിന്ദുക്കൾ പറയുന്ന ദൈവം തന്നെയാണ് എല്ലാം എന്ന് പറയുന്ന ഒരു പരിധിയിലേക്ക് കൊണ്ടുവന്നെത്തി. എന്നിട്ട് ഇപ്പോൾ അമ്പിയാക്കളെ പറ്റിയുള്ള വിശ്വാസം, അമ്പിയാക്കളെ പറ്റി ഇയാൾക്ക് ഒരു യുക്തിയും അറിയില്ല. സഖാഫിയായിട്ട് പോലും അമ്പിയാക്കളെ പറ്റി വിശ്വാസം വേണ്ടതുപോലെ ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞത് 1,24,000 അമ്പിയാക്കൾ വന്നിട്ടുണ്ട്, പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അതിൽ ഖുർആനിൽ 25 ആളുകളെ പറ്റി പറഞ്ഞിട്ടും മറ്റൊരാളെ പറ്റി പറഞ്ഞിട്ടില്ല. അത് കാരണത്താൽ വേറെയും പ്രവാചകന്മാരുണ്ട്. ശ്രീകൃഷ്ണൻ, അതേപോലെ ശ്രീകൃഷ്ണനും ശ്രീരാമനും എല്ലാം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു ഹനുമാൻ എന്ന് പറയുന്നത് നബിയാവാൻ പറ്റുമോ എന്ന് ആലോചിച്ച ആരാണ് നബിയാവേണ്ടത്? ഹനുമാൻ ഒരു കുരങ്ങനാണ്. കുരങ്ങിനെ നബിയായി അല്ലാഹു തആല അയച്ചിട്ടില്ല. അല്ലാഹു തആല കുരങ്ങന്മാരല്ല നബിയായിട്ട് അയച്ചത്, മനുഷ്യരെയാണ് നബിയായിട്ട് അയച്ചത്. മനുഷ്യരുടെ ഏറ്റവും ഉയർന്ന പദവിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളെ നിശ്ചയിച്ചത്. കുരങ്ങനെ ഒരിക്കലും അല്ലാഹു നബിയായി അയച്ചിട്ടില്ല. ഖുർആനിൽ തന്നെ അല്ലാഹു തആല മനുഷ്യനെ മാത്രമേ അല്ലാഹു തആല നബിയായി അയച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഖുർആനിൽ പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബലിക ഇല്ലാ റിജാലൻ നൂഹി വമാ അർസൽനാ ഖബലക
ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം ഫസ്അലൂ അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അതുപോലെ അല്ലാഹു തആല പറഞ്ഞു, ഖാലത്ത് റുസുലുഹും ഇൻ നഹ്നു ഇല്ലാ ബശറുൻ മിസ്ലുക്കും. നിങ്ങളെപ്പോലെ മനുഷ്യരാണ് ഞങ്ങൾ. അപ്പം മനുഷ്യരെ നബിയാക്കാൻ പറ്റുള്ളൂ, കുരങ്ങന്മാരെ നബിയാക്കാൻ പറ്റുകയില്ല. ഹനുമാൻ കുരങ്ങനായിരുന്നു, അപ്പോൾ അമ്പിയാക്കളെ കുരങ്ങനാക്കി. ഇതാണ് സഖാഫി പഠിപ്പിച്ചത്. അപ്പൊ ഇത്രത്തോളം മതപ്പതിച്ചു പോയി. ഇതാണ് നേരത്തെ പറഞ്ഞത്, അവിടെ ബലാലത്തെ എത്രത്തോളമായി തീർന്നു. സ്വന്തം വഴിതെറ്റി മറ്റുള്ളവരെ വഴിതെറ്റിപ്പിച്ചു കൂടിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടത്തിൽ ഒന്നുകൂടി ഞാൻ കേട്ടു, വേറെ അതിനേക്കാൾ വലിയ അബദ്ധമുള്ളത്. ഓം എന്നുള്ളത് അല്ലാഹ് എന്ന് പറയുന്നു. ഓം എന്ന് പറയുന്നത് അല്ലാഹ്. എന്താണ് ഓം? ഹിന്ദുക്കളുടെ എല്ലാ കാര്യങ്ങൾ തുടങ്ങുമ്പോഴും എല്ലാ കാര്യങ്ങൾ അവസാനിക്കുമ്പോഴും ഓം പറയണം. ഓം എന്നുള്ളത് അവരുടെ ഒരു വിശുദ്ധ വാക്യമാണ്. എന്താണ് ഓം? ഓം എന്നുള്ളത് ഒരുപാട് ചുരുക്കി ചേർന്ന ഒരു ചെറിയ ക്യാപ്സ്, മജ്മഉൽ ശിർക്ക്, ചുരുക്കെല്ലാം കൂടി സമ്മേളിച്ച ഒരു ക്യാപ്സൂളാണ് ഓം എന്നുള്ളത്. ഓം എന്നുള്ളത് ഏതെല്ലാം ഡിക്ഷണറികൾ നോക്കുന്നോ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓം എന്നതിൻ്റെ അർത്ഥം എന്താണ് പറയുന്നത്? ഓം എന്നത് നമ്മൾ സാധാരണ മലയാള ഡിക്ഷണറികളിലും എല്ലാം ഉണ്ട്. ലക്സിക്കൻ ഡിക്ഷണറി ഉണ്ട്, ശബ്ദധാരാവലി ഉണ്ട്, അതേപോലെ മറ്റ് നിഘണ്ടുക്കളിലെല്ലാം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം. നമ്മൾ മുസ്ലിമീങ്ങൾ പറയല്ല, അവർ തന്നെ പറയുന്നതാണ്. ഓം എന്നുള്ളത് 3 വാക്കുകൾ ചേർന്നുണ്ട്. ആ ഉ ന്, ആ ഉ ന്, ഈ 3 കൂടി ചേർന്നാണ് ഓം ഉണ്ടാകുന്നത്. ഈ 3 വാക്കുകൾ ചേർന്ന് 3 മൂർത്തികൾ, ത്രിമൂർത്തികളെ സൂചിപ്പിക്കുന്ന വാക്കാണ്. ത്രിമൂർത്തികൾ നമ്മൾ ഏകദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ഇവർ പറയുന്നത് അല്ലാഹു തആല മാത്രമല്ല സൃഷ്ടിച്ചെടുക്കുന്നതും രക്ഷിക്കുന്നതും നശിപ്പിക്കുന്നതും. നശിപ്പിക്കാൻ ഒരു മൂർത്തിയുണ്ട്, ഒരു ദൈവം. സൃഷ്ടിക്കാൻ വേറെ ദൈവമുണ്ട്, നശിപ്പിക്കാൻ വേറെ ദൈവമുണ്ട്, സംരക്ഷിക്കാൻ വേറെ ദൈവങ്ങൾ. 3 ദൈവങ്ങൾ. അതാണ് ത്രിമൂർത്തി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം ആ എന്നുള്ളത് വിഷ്ണുവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഊ എന്നത് ശിവൻ എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. മ് എന്നുള്ളത് ബ്രഹ്മാവിനെയാണ്. അങ്ങനെയാണ് ത്രിമൂർത്തി: വിഷ്ണു, ശിവൻ, ബ്രഹ്മാവ്. വിഷ്ണുവിൻ്റെ പണി സംരക്ഷണം, തെർബിയത്ത്. അല്ലാഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ് നമ്മൾ പറയുന്നത്. ലോകരക്ഷിതാവായ അല്ലാഹു. ഇപ്പോൾ ലോകത്തിൻ്റെ രക്ഷിതാവ് അല്ല ആണ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ആ എന്നത് ഊ എന്നത് ശിവനെയാണ്. ശിവനാണ് സംഹാരശക്തി. ലോകത്ത് നശിപ്പിക്കുന്ന ആൾ അല്ലാഹുവാണ് ലോകത്ത് നശിപ്പിക്കുന്നത് എന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. ഇവർ വിശ്വസിക്കുന്നതല്ല, ശിവനാണ്. ലോകത്തിൻ്റെ സൃഷ്ടാവ് അല്ലാഹുവാണെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുമ്പോൾ ഇവർ വിശ്വസിക്കുന്നത് ബ്രഹ്മാവാണ്. പിന്നെ ബ്രഹ്മാവും ശിവനും വിഷ്ണുവും കൂടി ചേർന്ന് ത്രിമൂർത്തികളുടെ വിശ്വാസം. ഇത് കേട്ട് സഖാഫിക്ക് വലിയ സന്തോഷമായി എന്നാണ് പറയുന്നത്. നിങ്ങൾ കേട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. സഖാഫി അത് കേട്ട് വളരെ സന്തോഷിച്ചു. ഈ ത്രിമൂർത്തികളുടെ വിശ്വാസമാണല്ലോ ആദ്യം പറഞ്ഞത് എന്നതിന് സന്തോഷിച്ചു. ഇത്രത്തോളം നാം അകപ്പതിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ശംസുൽ ഉലമയുടെ ബറക്കത്ത് കൊണ്ട്, മഹാനായ ശംസുൽ ഉലമയുടെ ആ ബറക്കത്ത് കൊണ്ട് ഇത്തരം ഷെറുകളിൽ നിന്ന് മുസ്ലിങ്ങളെ രക്ഷിക്കുമാറാവട്ടെ. നമുക്ക് ശരിയായ ബുദ്ധി അല്ലാഹു പ്രദാനം ചെയ്തു തരുമാറാവട്ടെ. സത്യത്തെ സത്യമായും ബാത്തിലിനെ ബാത്തിലായും അറിയുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തരുമാറാവട്ടെ. അതനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള തൗഫീഖും ചെയ്തു തരുമാറാവട്ടെ. നമ്മുടെ എല്ലാ വിഷയങ്ങളും അല്ലാഹു തീർത്തു തരുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.